How many kilometers from Washington DC to Miami Beach? ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണം. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്രിൻസസ് സ്ട്രീറ്റും എഡിൻബ്ര ക്യാസലുമാണ്. ക്യാസലിനകത്ത് കയറണമെന്നുണ്ടായിരുന്നില്ല. എല്ലാരും പറയുന്ന പോലെയല്ല, ഞങ്ങൾക്ക് പാർക്കിംഗ് എളുപ്പം കിട്ടിയിട്ടോ. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂതവും വിശ്വാസവും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന. അതൊക്കെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു സ്ട്രീറ്റ് കറങ്ങിയടിച്ച് കാണാൻ നല്ല സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ചേച്ചി ഇതേ സ്കോട്ട്ലാൻഡിന്റെ മാഗ്നറ്റും തപ്പി നടക്കുവാണ്. ഇതാണ് അവിടുത്തെ ഒരു കളർഫുൾ സ്ട്രീറ്റ്. അട്ടമ്പാടി വായി നോക്കി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ നേരം കുറേയായി. അവിടുന്ന് ഞങ്ങൾ പോയതേ, ഞങ്ങൾ ഇല്യൂഷൻ കാണാൻ വന്നിരിക്കുന്നത്. ഡാ നമുക്കൊന്ന് കറങ്ങിയാലോ? പിന്നെന്താ, കറങ്ങാലോ. ഇതൊക്കെ വലിയ പഠിക്കുന്ന വലിയ സ്ഥലത്താണ്. ഇതിനകത്ത് കയറിയപ്പം കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു, തൊടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ തൊട്ടു. എനിക്ക് തോന്നി എന്താണെന്നറിയാമോ, എഡിൻബ്ര പോകുന്നവർ ഈ ഒരു വേൾഡ് ഇല്യൂഷൻ എന്തായാലും ട്രൈ ചെയ്യണത്തോ. അവിടെ കളിക്കാനും രസിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. സ്കോട്ട്ലൻഡിൽ വന്നിട്ട് ബീർ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാ? അപ്പൊ ബീർ കുടിക്കാൻ പോയാല് ഞങ്ങള് രാത്രി ബാറ് തപ്പി നടക്കുവാണ് കേട്ടോ. ഞാനേ കുടിക്കുന്നു. സ്കോട്ടിഷ് ബീർ ആണോ ചേട്ടാ? ഇവിടുത്തെ 1885 ഇവിടെ സെർവ് ചെയ്തെടുത്ത സ്കോട്ടിഷ് ബിയറാണ്. അവിടുന്ന് ബീറും കുടിച്ച് എബിച്ചേന്റെ വീട്ടിൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി തിന്നാൻ പോവുകയാണ്. ചേട്ടൻ ഇവിടെ കാറ്ററിംഗ് നടത്തുന്നുണ്ട് കേട്ടോ. എഡിൻബ്രയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. ഫൈനലി ആ ഡേയും കഴിഞ്ഞു. അടുത്ത വീഡിയോ നാളെ.